ഹലോ, ഞാനിന്നുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബത്തേരി വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാം എന്ന് കരുതി, വെറുതെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ സായുവിനെ വീട്ടിലാക്കിയിട്ടാണ്, അമ്മേൻ്റെ അടുത്താക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഞാനും ചേച്ചീൻ്റെ മോളും കൂടിയാണ് പോണത്. അവൾക്കൊരു ചെറിയൊരു ചെക്കപ്പ് ഉണ്ട്, അതൊന്ന് ചെയ്യണം. പിന്നെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ റെഡിയായി. 10:30 ബസ്സുള്ള ഞങ്ങൾ 10:15 കഴിഞ്ഞ് 10 ആവാനായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത് കേട്ടോ. അങ്ങനെ ഓട്ടം ഓടി പോവുകയാണ് കേട്ടോ. നിൽക്കാനൊന്നും സമയമില്ല. എന്തൊക്കെയോ പറഞ്ഞോണ്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ട് മേലെയുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ, പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഭയങ്കര സമാധാനമാണ്. കുഞ്ഞിലേ തൊട്ട് വന്ന് പോയിക്കൊണ്ടിരുന്നൊരു അമ്പലമാണ് കേട്ടോ ഇത്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു അമ്പലമല്ലേ. അപ്പം ഇവിടെ എപ്പോഴും വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഓടിയും ചാടിയൊക്കെ എത്തി, ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. ഇനി ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. കൂടെ അമ്മമ്മയുണ്ട്. അമ്മമ്മ വാഗേരി വരെയുള്ളൂ കേട്ടോ. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനാന്ന് തോന്നുന്നു ഞങ്ങൾ ഓടിച്ചാടി വന്നത്. ബസ് എന്തായാലും ഒരു 5 മിനിറ്റും കണ്ട് ലേറ്റാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ബസ് വരുന്നുണ്ട്. ഇനി നേരെ ബസ്സിൽ കയറുക. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരുന്ന് പോണത്. കുറേ ആയിട്ടോ, മീൻസ് എൻ്റെ റൂട്ട്. ഞാൻ കുഞ്ഞിലെ തൊട്ട് പോയിക്കൊണ്ടിരുന്ന ബസ്സാണല്ലോ. പഠിക്കുന്ന സമയത്താണേലും അല്ലാതെ വെറുതെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ റൂട്ട് പോണ ബസ്സിനോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഇഷ്ടമൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബത്തേരി എത്തി കേട്ടോ. ബത്തേരിയിലേക്ക് ഇങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി പോകുമ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ. എന്താണെന്നറിയില്ല, അധികവും ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം ബസ്സിലൊക്കെ ഇങ്ങനെ വന്നിറങ്ങിപ്പോൾ പണ്ടത്തെയൊക്കെ ഒരു ഇത് നെക്സ്റ്റ്. അങ്ങനെ ഞങ്ങൾ കുട്ടീൻ്റെ കണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ബത്തേരിയുള്ള കരുണ ഹോസ്പിറ്റലിലോട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവിടെയൊക്കെ കയറി ചെക്കപ്പൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞെഞ്ഞിക്കുട്ടി പറഞ്ഞു അവൾക്ക് വിശക്കുന്നുണ്ടെന്ന്. അത് അപ്പോൾ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ അസംഷൻ പള്ളിയാണ് കേട്ടോ ഇത്, ബത്തേരിയിലെ. എന്തൊരു രസമാണ് കാണാൻ. ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവാണ് കേട്ടോ. അങ്ങനെയൊക്കെ തോന്നിയ ആരെങ്കിലുമൊക്കെ വയനാട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ എപ്പോഴും വരുവാണെങ്കിൽ ചിലപ്പോൾ അത് തോന്നത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് നാൾ കൂടിയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പം അതൊരു വേറെ തന്നെ ഫീലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബത്തേരിയുള്ള ഏതോ ഒരു കൂൾ ബാറിൽ കയറി ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. 2 കോഫി, 2 ജ്യൂസ്, കട്ട്ലറ്റ്, ചിക്കൻ റോൾ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് തുറക്കാൻ വരുമോ? തുറക്കാതെ വെച്ചാൽ വരുമോ? അങ്ങനെ കാപ്പി കുടിച്ച് പിള്ളേർക്കുള്ള മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ടാണ്. വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചേച്ചിക്ക് ഒന്ന് ഫാൻസി കയറണം, അതൊക്കെ കയറി അതൊന്നും വീട്ടിലെടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ ബസ്സിന് വെയിറ്റ് ചെയ്തപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർത്തത്. ബസ് വെയിറ്റ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തു. ബസ്സിൻ്റെ ടൈമൊക്കെ അറിയാമെങ്കിലും ഇവിടുന്ന് നമ്മൾ കയറുമ്പോൾ ബസ് മേലോട്ട് പോകും. പിന്നെ നമുക്ക് ബസ് കിട്ടില്ല. പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ പോയിട്ടൊക്കെ കയറേണ്ടി വരും. അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് ബസ്സിന് കയറി. 2:05 ബത്തേരി നിൽക്കുന്ന ബസ്സിനാണ് കേട്ടോ കയറിയത്. അവിടെ കയറി കുത്തിയിരുന്ന് കുറച്ച് നേരം ബസ്സിലും കുറച്ച് നേരം കട്ട പോസ്റ്റ് അടിച്ചിരുന്നു. 1:30 ആയപ്പോഴത്തേക്കും ബസ് വന്നു. 2:05 വരെ ബസ്സിലിരുന്നു. 1:30 അല്ല,
3:45 ആയപ്പോഴാണ് ബസ് വന്നത്. പിന്നെ ചേട്ടന്മാരൊക്കെ ഫുഡ് കഴിച്ചിട്ടാണല്ലോ ബസ് എടുക്കുക. അങ്ങനെ ബസ്സിൽ കയറി കുറച്ച് നേരം ഷോ ഓഫ് കാണിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. നമ്മുടെ മിൻറ്റുമാളൊക്കെ കണ്ടങ്ങനെ നോക്കിയിരുന്നു. ഞങ്ങൾ എപ്പോഴേലും ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഏട്ടൻ നമ്മളെ ഇങ്ങനെ മിൻറ്റുമാളിലോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ മനച്ചേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എത്തിയപ്പോഴത്തേക്കും ഒരു ടൈമായി. സായു നല്ല കുട്ടിയായിട്ട് അമ്മേൻ്റെ അടുത്ത് ഇരുന്നു. അംഗനവാടിയിലൊക്കെ പോയി അടിപൊളിയായിട്ട് ഒരു കച്ചറയും കാണിക്കാതെ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. ആ ഒരു സമാധാനത്തിൽ ഞാൻ നേരെ വീട്ടിലോട്ട് ചെല്ലട്ടെ. എൻ്റെ കൊച്ചിന് മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ അവൾക്ക് കൊടുക്കണം. അപ്പോൾ ഇനി ഓക്കെ, ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.